ഞാൻ രാവിലെ എണീറ്റ് അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞ് വെറുതെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അപ്പം എനിക്ക് തോന്നി എന്നാൽ പിന്നെ റൂം ഒന്ന് വൃത്തിയാക്കിയേക്കാന്ന്. ഞാനങ്ങനെ ദിവസം വൃത്തിയാക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. എനിക്ക് മൂഡ് വരികയാണെങ്കിൽ ഞാൻ വൃത്തിയാക്കും, അല്ലെങ്കിൽ അത് അതുപോലെ കിടക്കും. പിന്നെ അമ്മ എങ്ങാനും ഒന്നായിരിക്കും വൃത്തിയാക്കുക. എനിക്കൊരു ബുർജ് ഖലീഫ ഉണ്ട് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ദുബായിൽ പോയപ്പം വാങ്ങിച്ചിട്ട് വന്നതാണ്. പിന്നെ ചെറിയൊരു ലൈബ്രറി പോലെ, ചെറുതെന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു മിനി ലൈബ്രറി എന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്ക്. ഒരു റൂം നിറച്ച് ബുക്ക് മേടിച്ച് വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നടന്നിട്ടില്ല. എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ബുക്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വലാകോലെ ഞാൻ ഇട്ടേക്കുമായിരുന്നു. അതൊക്കെ ഞാനൊന്നെടുത്ത് സെറ്റ് ചെയ്തൊക്കെ വെച്ചു. പിന്നെന്താ പറയുക, പിന്നെ എൻ്റെ ഡ്രസ്സിങ് ടേബിളൊക്കെ വൃത്തിയാക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ചെറുതായിട്ട് ഞാനൊന്ന് മിനുക്കി വെച്ചു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നരുതല്ലോ ഈ കൊച്ചിനെന്താ ഒരു വൃത്തിയില്ലാത്തതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തൂത്തു. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതെൻ്റെ മുടിയാണെന്ന്. എന്നാൽ എൻ്റെ തലയിൽ ഇത്രയും മുടിയില്ലെന്നുള്ളതാണ്. ഈ തറയിൽ എവിടുന്ന ഇത്രയും മുടിയെന്നാണ്. ഞാൻ ജനൽ തുറന്നിട്ടുകൊണ്ടാണോ എന്നറിയാൻ വയ്യ, നല്ല മഴയായിരുന്നു പുറത്ത്. മഴ പെയ്തിട്ട് എൻ്റെ അത്തം വരെ വെള്ളത്തിലായിപ്പോയി. കണ്ടില്ലേ കുളത്തിൽ കിടക്കുന്നതിൻ്റെ അത്തം.